അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിക്കഴിഞ്ഞു. സംഭവബഹുലമായ കൂടുമാറ്റങ്ങളടക്കം നാടകീയമായ രംഗങ്ങളാണ് അസമിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഭൂപൻ ബോറ അപ്രതീക്ഷിതമായി BJP പാളയത്തിലെത്തിയത് വലിയൊരു ഭൂകമ്പമായിട്ടാണ് പലരും കണ്ടത്. എന്നാൽ ഈ കൂടുമാറ്റം കോൺഗ്രസിന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അസമിൽ കോൺഗ്രസിന് പുതിയൊരു മാനം നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. അസമിലെ രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസും BJPയും തമ്മിലല്ല, മറിച്ച് പഴയ അഴിമതിക്കാരായ കോൺഗ്രസ് നേതാക്കളും പുതിയ ആശയങ്ങളുള്ള യുവതലമുറയും തമ്മിലാണെന്ന ശക്തമായ നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭൂപൻ ബോറയുടെ ഈ മാറ്റത്തിന് പിന്നിൽ കരിയറിനെ കുറിച്ചുള്ള വലിയൊരു ഭയമാണുള്ളതെന്ന് ഇന്ന് അസമിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭൂപൻ ബോറയ്ക്ക് സ്വന്തം തട്ടകത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് അധ്യക്ഷനായി ഇരുന്നുകൊണ്ട് ഒരു ലീഡ് പോലും തന്റെ മണ്ഡലത്തിൽ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 2014 മുതൽ തുടർച്ചയായി നേരിടുന്ന പരാജയങ്ങൾ അദ്ദേഹത്തെ തളർത്തിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സുരക്ഷിത സീറ്റ് എന്ന ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വാഗ്ദാനത്തിൽ അദ്ദേഹം വീണുപോയത്. എന്നാൽ ഭൂപൻ ബോറയുടെ വരവ് BJPയിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയെ പിന്തുണയ്ക്കുന്ന പുതിയ BJPക്കാരും സർബാനന്ദ സോനോവാളിനെ പിന്തുണയ്ക്കുന്ന പഴയ BJP നേതാക്കളും തമ്മിൽ കടുത്ത ശീതയുദ്ധമാണ് അസമിൽ നടക്കുന്നത്. 1.5 ഡസനോളം മുൻ കോൺഗ്രസ് നേതാക്കളാണ് ഇന്ന് BJPയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. ഇത് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി വിയർപ്പൊഴുക്കിയ സാധാരണ BJP പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആഭ്യന്തര തർക്കം തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഭരണശൈലിയെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്റെ പേരിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും അസമിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പോലുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം പുറമെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നഫ്രത്ത് അഥവാ വെറുപ്പിന്റെ രാഷ്ട്രീയം അതിക്രൂരമായി നടപ്പിലാക്കുന്നു എന്ന ആരോപണവും മുഖ്യമന്ത്രി നേരിടുന്നുണ്ട്. എന്നാൽ ഈ വർഗീയ നീക്കങ്ങളെ ജനങ്ങൾ പ്രതിരോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ പലയിടത്തു നിന്നും വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ പോലും അധികാരത്തിന്റെ തണലിൽ കടകൾ അടപ്പിക്കാൻ വന്ന ഗുണ്ടകളെ നാട്ടുകാർ ധീരമായി തുരത്തുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതാണ്. ഇത്തരം ശക്തികൾക്ക് ഭരണകൂടത്തിന്റെ സംരക്ഷണം ഇല്ലാതായാൽ അവർ എത്രത്തോളം ഭീരുക്കളാണെന്ന് ദൃശ്യങ്ങൾ വഴി തന്നെ തെളിയിക്കപ്പെട്ടതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വരാനിരിക്കുന്ന അസം സന്ദർശനം കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ഉണർവാണ് നൽകുന്നത്. ഭൂപൻ ബോറയെ പോലെയുള്ള നേതാക്കൾ പോകുന്നത് പാർട്ടിയെ തകർക്കാനല്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ ശുദ്ധീകരണത്തിനാണ് സഹായിക്കുക എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ വിഭാഗത്തെ തന്നെ വളർത്തിയെടുക്കാനാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യം. നഫ്രത്തിന്റെ രാഷ്ട്രീയത്തെ സ്നേഹം കൊണ്ട് നേരിടുക എന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദേശമാണ് പ്രിയങ്കയും ഗൗരവ് ഗൊഗോയും അസമിൽ ഉയർത്തിപ്പിടിക്കുന്നത്. BJPക്കുള്ളിലെ തർക്കങ്ങളും കോൺഗ്രസിന്റെ പുതിയ ഉണർവും തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.